ഹായ് മക്കളെ, ഫർവീസ് സാറാണ്. നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിലെ തിയററ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് MO ട്രീറ്റ്മെൻറ്റ് ഓഫ് H2+ അയോണാണ്. H2+ അയോണിൻ്റെ MO ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ H2+ അയോൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം H2 എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ആണ്. H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് 2 ഇലക്ട്രോൺ ഉണ്ടാവും H2വിനകത്ത് അല്ലേ. ആ 2 ഇലക്ട്രോൺ ഉള്ളതാണ് H2+ അയോൺ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ അതിനകത്ത് നിന്ന് ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റമാണ്. ഈ സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിനാകട്ടെ 2 ന്യൂക്ലിയസും ഉണ്ടാവും. 2 ഹൈഡ്രജൻ ഇല്ലേടാ, അപ്പം 2 ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസുകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ് HA എന്നും HB എന്നും. റെഡി? ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ H2 മോളിക്യൂള് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. H2+ അയോൺ ആകുന്ന സമയത്ത് ആ 2 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയിട്ട് അത് ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റമായിട്ട് എന്താവും മാറും. ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിനാകട്ടെ 2 ന്യൂക്ലിയസും ഉണ്ട്. HA എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസും ഉണ്ട്, HB എന്ന് പറയുന്ന ന്യൂക്ലിയസും ഉണ്ട്. നിങ്ങൾ H1 H2 എന്ന് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നമ്മുടെ സിസ്റ്റത്തിന് 2 ന്യൂക്ലിയസുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം എന്താക്കുക, ആലോചിക്കുക. റെഡി? ഇനി ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പ്രകാരം നിങ്ങൾ പഠിച്ചതാണത്. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ മെത്തേഡ് പ്രകാരം നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെയാണ്: H∪psi = E∅ എന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്കതിൻ്റെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും -h² 8π² me del² plus E² by 4πε0 1/r minus 1/ra minus 1/rb ഇൻറ്റു psi = E∅ എന്ന് എന്താക്കാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ മെത്തേഡ് പ്രകാരം ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇതാണ് വരിക: -h² by 8π² me del² plus E² by 4πε0 1/r minus 1/ra minus 1/rb into psi = E∅. റെഡി? ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹാമിൽട്ടോണിയൻ എടുക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മുടേത് H2+ അയോൺ ആണ്, ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റമാണ്. ഇത്തരത്തിൽ ഒരു സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റം ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഹാമിൽട്ടോണിയൻ ഇതെടുത്തത്. റെഡി? ഈ ഹാമിൽട്ടോണിയൻ എടുത്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് H2+ അയോണിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് പ്രയാസമുണ്ട് മക്കളെ. ആ ഒരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണിയൻ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് എനർജി കണ്ടുപിടിക്കാനും വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും തന്നെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ സിസ്റ്റത്തെ, അതായത് H2+ അയോണിനെ സോൾവ് ചെയ്യാൻ, കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കൺസ്ട്രക്ഷൻ ഓഫ് മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ. നമ്മൾ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്താക്കുന്നു, കൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ദിസ് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷൻ, അതായത് അറ്റോമിക് ഓർബിറ്റലുകളെ തമ്മിൽ പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്താക്കുന്നു, നിർമ്മിക്കുന്നു കേട്ടോ. ആ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ഒരു പ്രശ്നം നമ്മൾ എന്താക്കുന്നത്, സോൾവ് ചെയ്യുന്നത്. മക്കൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. H2+ അയോൺ എന്ന് പറയുമ്പോൾ
ഒരു ഇലക്ട്രോണും 2 ന്യൂക്ലിയസുമുള്ള ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തെ നിങ്ങൾ പണ്ട് പഠിച്ച ഒരു ഇലക്ട്രോൺ ഉള്ള ഹാമിൽട്ടോണിയൻ ഉപയോഗിച്ച് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ മെത്തേഡ് പ്രകാരം സോൾവ് ചെയ്യാൻ പോയാൽ അത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിച്ച സംവിധാനമാണ് മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്താക്കുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷൻ വഴിയാണ് നമ്മൾ എന്താക്കുന്നത്, മോളിക്യുലാർ ഓർബിറ്റൽ എന്താക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മക്കൾ ഇവിടെ നോക്കടാ, നമുക്കിവിടെ 2 ന്യൂക്ലിയസ് ഉള്ള 2 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റം അല്ലേ? അപ്പൊ നമ്മൾ 2 അറ്റോമിക് ഓർബിറ്റലുകൾ കൂട്ടിച്ചേർത്ത് വേണം മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ കേട്ടോ. 2 ന്യൂക്ലിയസ് ഉള്ള 2 ഇലക്ട്രോൺ ഉള്ള സിസ്റ്റം അല്ലേ H2. അപ്പൊ നമ്മൾ മോളിക്യുലാർ ഓർബിറ്റൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഇലക്ട്രോണിന്റെയും ന്യൂക്ലിയസിന്റെയും അറ്റോമിക് ഓർബിറ്റൽ പ്ലസ് രണ്ടാമത്തെ ഇലക്ട്രോണിന്റെയും ന്യൂക്ലിയസിന്റെയും അറ്റോമിക് ഓർബിറ്റൽ എടുത്തിട്ടാണ് മോളിക്യുലാർ ഓർബിറ്റൽ ഉണ്ടാക്കുക. അപ്പൊ മക്കൾ എന്നോട് ചോദിക്കും, സാറല്ലേ പറഞ്ഞത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്ന്, മറ്റേ ഇലക്ട്രോൺ ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഈ രണ്ടാമത്തെ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നമ്മൾ 0 ആയിട്ട് എടുത്താൽ മതി. മനസ്സിലായോ? എഴുതുമ്പോൾ ഇക്വേഷൻ പ്രകാരം 2 ഇലക്ട്രോണുകളുടെയും അറ്റോമിക് ഓർബിറ്റലുകൾ കൂട്ടിച്ചേർത്താണ് മോളിക്യുലാർ ഓർബിറ്റൽ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എന്താക്കണം, എഴുതണം. പക്ഷേ അതിൽ ഒന്ന് എല്ലായ്പ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താണ്, H2+ അയോൺ ആണ്. പറഞ്ഞ മക്കൾക്ക് പിടികിട്ടിയോ? റെഡി, ക്ലിയർ? ഇനി നമ്മൾ ആ ഒരു പരിപാടിയിലേക്കാണ് പോകുന്നത്. മക്കൾ ഇവിടെ നോക്ക്, നമ്മൾ ഒരു ഇലക്ട്രോൺ ഉള്ള സിസ്റ്റമാണ് നമ്മൾ എന്താക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിന് 2 എക്സ്റ്റെൻറ്റുകളാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് HA എന്ന് പറയുന്ന ന്യൂക്ലിയസിനോട് അടുത്തായിരിക്കും ഏത്, ഈ പറയുന്ന ഇലക്ട്രോൺ. അതോടൊപ്പം HB എന്ന് പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് അകലെയുമായിരിക്കും. അതിനാണ് ഒരു ചാൻസ് ഉള്ളത്. ഈ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലത്തെ ഞാൻ 6 എന്ന് കൊടുക്കുന്നു കേട്ടോ. ഒരു ഇലക്ട്രോൺ H2+ അയോണിനകത്തുള്ള ഒരു ഇലക്ട്രോൺ HA എന്ന് പറയുന്ന ന്യൂക്ലിയസിനോടടുത്തും HB എന്ന് പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് അകലെയും ആയിരിക്കും. ഇനി മറ്റൊരു ചാൻസ് നമ്മൾ പറയുന്നത് ഇതാണ്. നമ്മുടെ H2+ അയോണിനകത്തുള്ള ഒരു ഇലക്ട്രോൺ HB എന്ന് പറയുന്ന ന്യൂക്ലിയസിനോടടുത്തും അതോടൊപ്പം HA എന്ന് പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് അകലെയും ആയിരിക്കും. റെഡി? 2 പോസിബിലിറ്റീസ് ഇല്ലേ മക്കളെ? അതായത് H2+ അയോണിനകത്ത് നമ്മൾ അതിൻ്റെ പരിശോധന തുടരുമ്പോൾ 2 പോസിബിലിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സിംഗിൾ ഇലക്ട്രോൺ HA എന്ന് പറയുന്ന ന്യൂക്ലിയസിനോട് അടുത്തും HB എന്ന് പറയുന്നതിൽ നിന്ന് അകലെയും ആയിരിക്കും. അല്ലെങ്കിൽ HB എന്ന് പറയുന്ന ന്യൂക്ലിയസിനോടടുത്തും HA എന്ന് പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് അകലെയും ആയിരിക്കും. ഇങ്ങനെ 2 സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ HA എന്ന് പറയുന്ന ന്യൂക്ലിയസിനോടടുത്താണെങ്കിൽ അവിടെ നമ്മൾ വേവ് ഫംഗ്ഷൻ എടുക്കുകയാണ് ψA എന്ന്. റെഡി? HB എന്ന് പറയുന്ന ന്യൂക്ലിയസിനോട് അടുത്താണെങ്കിൽ അവിടെ വേവ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെന്ത്, ψB എന്ന്. അതായത് നമുക്ക് 2 ചാൻസസ് ആണ് നമ്മൾ എന്താക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നുകിൽ ഒന്നാമത്തെ ന്യൂക്ലിയസിനോട് അടുത്താവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ന്യൂക്ലിയസിനോട് എന്താവാം, അടുത്താവാം. അതുകൊണ്ട് തന്നെ നമ്മൾ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 2ഉം നമ്മൾ എന്താക്കണം, കൺസിഡർ ചെയ്യണം. നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ആരോട് കൂടിയാണുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ വി ക്യാൻ ബി റിട്ടൺ ആസ് C1 ψA plus C2 ψB.
രണ്ട് വേവ് ഫംഗ്ഷനിൻ്റെയും, അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റലുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് രണ്ട് വേവ് ഫംഗ്ഷനും കൂട്ടിച്ചേർത്ത് C1 psi a പ്ലസ് C2 psi b എന്നാണ് മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നമ്മൾ എന്താക്കാറ്, എഴുതാറ്. റെഡി. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ C1 C2 എന്ന് പറയുന്നത് വെയിറ്റേജ് കോഎഫിഷ്യൻസ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. C1 C2 we can be say it as weightage coefficients. റെഡി. ഇതിൽ ഒന്നുകിൽ C2 എന്താവാം, 0 ആവാം അല്ലേ, C1 1ഉം C2 0 ആവാം. കാരണം H2+ അയോൺ അല്ലേ, സാധ്യതകളാണ്. ഒന്നുകിൽ C1 1ഉം C2 0 ആവാം. അപ്പൊ C1 psi a ഒരൊറ്റ ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ there is another chances C1 equal to 0 and C2 is equal to 1. അങ്ങനെയും എന്താവാം, ആവാം. രണ്ട് പോസിബിലിറ്റീസ് ആ നമുക്ക് H2+ അയോണിന്. ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഒന്നുകിൽ C1 1ഉം C2 0യും ആവാം, അല്ലെങ്കിൽ C1 0യും C2 1ഉം ആയിട്ട് എന്താവാം, മാറാം. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ സാറ് പറഞ്ഞു വരുന്നത്? അതായത് നമ്മൾ ഈ ഒരു ഇലക്ട്രോണും രണ്ട് ന്യൂക്ലിയസും ഉള്ള സിസ്റ്റത്തെ പരിഗണിക്കുമ്പോൾ ഒന്നുകിൽ ഈ ഇലക്ട്രോൺ ഒന്നാമത്തെ ന്യൂക്ലിയസിനോട് അടുത്താവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ന്യൂക്ലിയസിനോട് അടുത്താവാം. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ മെത്തേഡ് പൊളിഞ്ഞ ഈ സാഹചര്യത്തിൽ മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷന്റെ കൺസ്ട്രക്ഷൻ വഴിയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുകയെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ മോളിക്കുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് വേവ് ഫംഗ്ഷനുകളെയും നമ്മൾ പരിഗണിക്കേണ്ടതായി വരും. നമുക്ക് അറിഞ്ഞുകൂടല്ലോ അതെങ്ങനെയാണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ C1 psi a പ്ലസ് C2 psi b എന്ന് എഴുതി. ഇതിൽ C1ഉം C2ഉം വെയിറ്റേജ് കോഎഫിഷ്യൻറ്റുകളാണ്. ഇതിൽ ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു വെയിറ്റേജ് കോഎഫിഷ്യൻ്റ് എന്തായി പോവും, 0 ആയിട്ട് എന്താവും പോവും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പഠിക്കണമില്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്, നോർമലൈസ്ഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ? ഇന്റഗ്രൽ psi സ്ക്വയർ മോളിക്കുലാർ ഓർബിറ്റൽ d ഈക്വൽ ടു 1. ഇതാണ് നമ്മളുടെ നോർമലൈസേഷൻ കണ്ടീഷൻ. ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ നോർമലൈസേഷൻ കണ്ടീഷൻ ആണിത്. ഇന്റഗ്രൽ psi സ്ക്വയർ മോളിക്കുലാർ ഓർബിറ്റൽ d ഈക്വൽ ടു 1. ഇനി ഞാൻ നോർമലൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് psi മോളിക്കുലാർ ഓർബിറ്റൽ നേരത്തെ കിട്ടിയിരുന്നു C1 psi a പ്ലസ് C2 psi b എന്ന്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 psi a പ്ലസ് C2 psi b ഹോൾ സ്ക്വയർ d ഈക്വൽ ടു 1. റെഡി. ഇനി നിങ്ങൾക്കറിയാവല്ലോ what is a plus b ഹോൾ സ്ക്വയർ? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab. ഇതാണ് എയും ബിയും കേട്ടോ. അപ്പൊ എങ്ങനെ വരും? ഇന്റഗ്രൽ C1 psi 1 ഞാൻ ഇങ്ങനെ സ്ക്വയർ ഇടുന്നു, സ്ക്വയർ psi a കേട്ടോ, psi a സ്ക്വയർ d പ്ലസ് ഇന്റഗ്രൽ C2 psi b ഹോൾ സ്ക്വയർ d പ്ലസ് ഇന്റഗ്രൽ 2 C1 psi 1 പ്ലസ് C2 psi b. 2ab ആണല്ലോ അല്ലേ. അപ്പൊ 2 C1 psi 1 C2 psi b, C1 psi a C2 psi b d ഈക്വൽ ടു 1 അല്ലേ. ഇനി നോക്കൂ, ഇന്റഗ്രൽ C1 psi a ഹോൾ സ്ക്വയർ d പ്ലസ് ഇന്റഗ്രൽ C2 psi b ഹോൾ സ്ക്വയർ d പ്ലസ് ഇതിൽ C1ഉം C2ഉം കോൺസ്റ്റൻസ് അല്ലേ. ആ കോൺസ്റ്റൻസ് നമുക്ക് പുറത്തോട്ടെടുക്കാം. 2C1 C2 ഇന്റഗ്രൽ psi a psi b d ഈക്വൽ ടു 1. റെഡി. നോർമലൈസേഷൻ കണ്ടീഷൻ പ്രകാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ കണ്ടീഷൻ പ്രകാരം ഇന്റഗ്രൽ psi a സ്ക്വയർ d എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ തന്നെ ഇന്റഗ്രൽ psi b സ്ക്വയർ d എന്ന് പറഞ്ഞാലും 1 ആണ്.
നോർമലൈസേഷൻ കണ്ടീഷൻ നമുക്ക് പറഞ്ഞു തരുന്ന വിവരമാണത്. ഏതൊരു വേവ് ഫംഗ്ഷന്റെയും സ്ക്വയർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ സൈ എ സ്ക്വയർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 അല്ലേ? അപ്പൊ പിന്നെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? C1 സ്ക്വയർ. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കോൺസ്റ്റന്റ് C2 സ്ക്വയർ ബാക്കിയാവും അല്ലേ? ഇന്റഗ്രൽ സൈ ബി സ്ക്വയർ ഡീറ്റോ എന്താണ്? 1 ആണ്. അപ്പോൾ C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് 2C1 C2 ഇന്റഗ്രൽ സൈ എ സൈ ബി ഡീറ്റോ ഈക്വൽ ടു 1 എന്നെന്താവും? വരും. റെഡി? ഇനി രണ്ട് വേവ് ഫംഗ്ഷനുകൾ, വ്യത്യസ്തങ്ങളായ രണ്ട് വേവ് ഫംഗ്ഷനുകളുടെ ഇന്റഗ്രലിനെ നമ്മൾ ഓവർലാപ്പ് ഇന്റഗ്രൽ എന്നാണ് പറയുക. റെഡി? പഠിച്ചോనికి അറിയാതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന്? എക്സാം ആയി മക്കളെ, പഠിക്കണം. രണ്ട് ഡിഫറെന്റ് വേവ് ഫംഗ്ഷനുകളുടെ ഇന്റഗ്രലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പ് ഇന്റഗ്രൽ എന്നാണ് പറയുക. ഇന്റഗ്രൽ സൈ എ സൈ ബി ഡീറ്റോ എന്ന് പറഞ്ഞാൽ SAB ആണ്. ഇതിനെയാണ് നമ്മൾ ഓവർലാപ്പ് ഇന്റഗ്രൽ എന്ന് പറയുക. ഇപ്പൊ AB-ക്ക് പകരം YX ആണെങ്കിൽ SYX എന്നാവും കേട്ടോ. ഇതിനെയാണ് നമ്മൾ ഓവർലാപ്പ് ഇന്റഗ്രൽ എന്നുള്ള പേരിൽ എന്താക്കുന്നത്? പറയുന്നത്. അപ്പൊ എങ്ങനെ വരും? C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് 2C1 C2 SAB ഈക്വൽ ടു എന്ത് വരും? 1. റെഡി? ഇനി ഇവിടെ സീറോ ഓവർലാപ്പ് അപ്രോക്സിമേഷൻ പ്രകാരം SAB എന്ന് പറയുന്നത് 0 ആണ്. വേവ് ഫംഗ്ഷനുകൾ തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ഓവർലാപ്പ് ഇല്ല എന്ന് കൺസിഡർ ചെയ്താൽ സീറോ ഓവർലാപ്പ് അപ്രോക്സിമേഷൻ പ്രകാരം SAB എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം ക്യാൻസൽ ചെയ്തു പോകൂലേ? പിന്നെ എന്താ ഉണ്ടാവുക? C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നെന്താവും? വരും അല്ലേ? C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 എന്നെന്താവും? വരും. ഞാൻ ഇവിടെ എഴുതുന്നേ C1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? C2 സ്ക്വയർ എന്നെന്താവും? വരും. റെഡി? C1 സ്ക്വയർ ഇസ് ഈക്വൽ ടു C2 സ്ക്വയർ എന്നെന്താവും? വരും. അങ്ങനെയാണെങ്കിൽ C1 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. C1 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. ഈ ഇക്വേഷനും ഈ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണത്. C1 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. C2 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് C1 ആയിരിക്കും. അതായത് പ്ലസ് ഓർ മൈനസ് 1/√2 ആയിരിക്കും. ഈ ഒരു ഇക്വേഷനും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പറയുകയാണ് C1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ C2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ഓർ മൈനസ് C1 ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് 1/√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി വേവ് ഫംഗ്ഷന്റെ ലീനിയർ കോമ്പിനേഷൻസ് എന്താക്കാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. നോക്കൂ, സൈ പ്ലസ് അഡീഷൻ ലീനിയർ കോമ്പിനേഷൻ വേവ് ഫംഗ്ഷനെ ഞാൻ എഴുതുന്നത് 1/√2 സൈ എ പ്ലസ് അല്ലേ 1/√2 സൈ ബി. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? C1 സൈ എ പ്ലസ് C2 സൈ ബി. അപ്പൊ C1 സൈ എ പ്ലസ് C2 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1/2 ആ. അപ്പോൾ പ്ലസ് വെച്ച് എഴുതുമ്പോൾ 1/√2 സൈ ബി. ഇനി മൈനസ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. മൈനസ് വെച്ച് എഴുതുമ്പോൾ 1/√2 സൈ എ C1 സൈ എ മൈനസ് 1/√2 സൈ ബി എന്നെന്താവും? വരും. റെഡി? ഇങ്ങനെ നമുക്ക് രണ്ട് വേവ് ഫംഗ്ഷനുകളാണ് കിട്ടുക. ഒന്ന് പ്ലസ് വേവ് ഫംഗ്ഷനും കിട്ടും, മറ്റൊന്ന് മൈനസ് വേവ് ഫംഗ്ഷനും എന്താവും? കിട്ടും. റെഡി? ക്ലിയർ? ഇനി നമ്മൾ ഈ വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയ ഗ്രാഫാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജി കർവ് ആണ് നമ്മൾ എന്താക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് കിട്ടിയ ഈ വേവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ രണ്ടെണ്ണം, ഈ വേവ് ഫംഗ്ഷന് സമാനമായ എനർജിയും അതിൻ്റെ എന്താ പറയുക റേഡിയസ് ആറും തമ്മിലാണ് നമ്മൾ എന്താക്കുന്നത്? ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താവുന്നത്? പോകുന്നത്.
ready. R value we can be plotted against the wave function containing corresponding energy. നമുക്ക് കിട്ടിയ വേവ് ഫംഗ്ഷന് സമാനമായിട്ടുള്ള എനർജിയും ആർ വാല്യൂവും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നോക്ക്, എനർജിയും ആർ വാല്യൂവും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ രണ്ട് ഗ്രാഫുകളാണ് എന്താവുന്നത് കിട്ടുന്നത്. റെഡി. ഇത് പ്ലസ് വാല്യൂവിൻ്റെ പ്ലസ് വേവ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന പ്ലസ് എനർജി വാല്യൂവിൻ്റെ ഗ്രാഫാണ്. ഇത് മൈനസ് എനർജി വാല്യൂവിൻ്റെ ഗ്രാഫാണ്. ഇതിൽ ഇ പ്ലസ് എന്ന് പറയുന്നത് സൈ പ്ലസ് എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ എനർജിയുടെ ഗ്രാഫാണ്. അതാണ് ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലിനെ എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ഇനി ഇ മൈനസ് എന്ന് പറയുന്നത് സൈ മൈനസ് എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന്റെ ഗ്രാഫാണ്. അതാണ് ആന്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലുകളെ എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം എല്ലായ്പ്പോഴും ആന്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലിന്റെ മുകളിലായിരിക്കും, അല്ലേ? എല്ലായ്പ്പോഴും നമ്മൾ അങ്ങനെയാണ് വരയ്ക്കാറ്. ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലുകൾ താഴെയും ആന്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റല് മുകളിലുമായിട്ടാണ് എന്താക്കാറ്, വരയ്ക്കാറ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് ഈ ഒരു ടോപ്പിക്. ആദ്യം H2+ അയോൺ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണും 2 ന്യൂക്ലിയസും ആണുള്ളത്. സാധാരണ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ മെത്തേഡ് പ്രകാരം നിങ്ങൾക്കതൊരിക്കലും തന്നെ സോൾവ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷനാണ് എടുക്കുക. അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷനാണ് മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ. നമുക്ക് 2 സാധ്യതകളാണുള്ളത്. ഒരു ഇലക്ട്രോൺ ഒന്നാമത്തെ ന്യൂക്ലിയസിനോട് അടുത്താവാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ രണ്ടാമത്തെ ന്യൂക്ലിയസിനോട് അടുത്താവാം. ഈ ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ട് നമ്മൾ 2 വേവ് ഫംഗ്ഷനുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എഴുതിയത്. ആ മോളിക്യുലാർ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എഴുതി അതിൻ്റെ വെയിറ്റേജ് കോഎഫിഷ്യൻറ്റുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ എന്താക്കി, എഴുതി. ഈ വേവ് ഫംഗ്ഷന് സമാനമായിട്ടുള്ള അതിൻ്റെ എനർജിയും ആറും തമ്മിൽ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ കിട്ടുന്ന പോസിറ്റീവ് എനർജിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലിനെയും നെഗറ്റീവ് എനർജിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ആന്റി ബോണ്ടിങ് മോളിക്യുലാർ ഓർബിറ്റലിനെയും എന്താക്കുന്നു, സൂചിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോ സംഗതി? റെഡി? താങ്ക് യു ഓൾ ഓഫ് യു.